പ്രിയമുള്ളവരെ, ദിവസം ചെല്ലുന്തോറും നമ്മുടെ രാജ്യം ഇതെങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ഓർത്തിട്ട് വളരെയധികം ഭയവും സങ്കടവും തോന്നുകയാണ്. ഭയം എന്തിനെന്നാൽ നമ്മുടെ രാജ്യം വീണ്ടും ഒരു കലാപത്തിന് കൂടി പാത്രമാകേണ്ടി വരുമോ എന്നോർത്തിട്ട്. സങ്കടം എന്തിനെന്നാൽ നമ്മുടെ രാജ്യത്ത് മതങ്ങളെ വെറുക്കുന്നവർ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നോർക്കുമ്പോൾ. ഞാൻ ഒരുപാട് കമൻറ്റുകൾ കണ്ടിട്ടുണ്ട്, സംഘപരിവാറുകാർ വളരെയധികം വിഷമുള്ളവരാണെന്നൊക്കെ. എന്നാൽ അത് ഇത്രത്തോളം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ലായിരുന്നു. തങ്ങളുടെ രക്ഷിതാക്കളും അധ്യാപകരും നൽകിയ അവസരവും അറിവും ഊർജവും ഉപയോഗപ്പെടുത്തി അവർ നേടിയെടുത്തതായിരുന്നു ആ 45 റാങ്കുകൾ. 50 സീറ്റിൽ 45 സീറ്റ് മുസ്ലിം വിദ്യാർത്ഥികൾ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കഴിവ് കൊണ്ടാണ്. അതിനെ ആക്രമണങ്ങളിലൂടെയും ഭീഷണികളിലൂടെയും തട്ടിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അവിടെ തകർക്കുന്നത് ആ വിദ്യാർത്ഥികളുടെ ഭാവിയെയാണ്. അവരെ നിങ്ങൾ മാനസികമായി തകർക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഒരുപാട് വിദ്യാർത്ഥികളിൽ നിന്ന് അത്രയും റാങ്ക് നേടിയെടുത്ത മിടുക്കരായ ആ വിദ്യാർത്ഥികളുടെ ഭാവി തകർക്കാൻ മാത്രം മനസാക്ഷിയില്ലാത്ത ഒരു സംഘം ഇന്ത്യൻ ജനതയിൽ നിന്ന് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് തണലേകാൻ ഇന്ത്യൻ ഭരണകർത്താക്കളും. പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, ഒരു രാജ്യത്തെ സുഗമമായി തകർക്കാൻ അവിടുത്തെ സൈന്യത്തെ പരാജയപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവിടുത്തെ ഭരണകർത്താക്കളെ പിടികൂടുകയോ ഒന്നും വേണ്ട, മറിച്ച് അവിടുത്തെ വിദ്യാഭ്യാസം തകർത്താൽ മാത്രം മതി.